ഗുഡ് മോർണിംഗ്. എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. എല്ലാവരും സുഖമായിട്ടും സന്തോഷമായിട്ടൊക്കെ ഇരിക്കുകയാണല്ലോ അല്ലേ? വീഡിയോയിലൂടെ സ്വാഗതം പറയണത് എന്നും ഞാൻ വിചാരിക്കാറുണ്ട്. ഇതിൽ നിന്ന് കുറച്ചൊക്കെ ഒന്ന് മാറ്റം വരുത്തണം എന്നൊക്കെ വിചാരിക്കാറുണ്ട്. പക്ഷേ എനിക്ക് എന്താണെന്നറിയില്ല, രാവിലെ എപ്പോഴും നമ്മളിങ്ങനെ എല്ലാവരുടെയും സുഖവിവരങ്ങളൊക്കെ അന്വേഷിച്ചിട്ടാണല്ലോ നമ്മുടെ വീഡിയോസ് തുടങ്ങുന്നത്. അങ്ങനെ ഒന്ന് മാറ്റി പിടിച്ച് വെച്ചാൽ എനിക്കെന്തോ അത് കേൾക്കുമ്പോൾ തന്നെ അത് പറ്റണില്ല കേട്ടോ. കാരണം നമുക്ക് എപ്പോഴും എല്ലാവരും സുഖമായിട്ടിരിക്കുകയാണല്ലോ എന്നൊക്കെ ചോദിച്ചുകൊണ്ടാണല്ലോ നമ്മുടെ വീഡിയോ തുടങ്ങുന്നത്. അപ്പോൾ അത് നിർത്തിയിട്ട് വേറെ എന്തെങ്കിലും പറയാമെന്ന് പറഞ്ഞാൽ എന്നെ കൊണ്ട് പറ്റുന്നില്ല. കാരണം നമ്മുടെ വീഡിയോസ് ഇരുന്ന് കാണുന്ന നമ്മുടെ ചേച്ചിമാരും ഏട്ടന്മാരും അനിയത്തിമാരും ഒക്കെ ഉണ്ടല്ലോ. അപ്പോൾ അവരുടെയൊക്കെ വിശേഷങ്ങൾ നമ്മൾ അങ്ങനെ വീഡിയോയിൽ കൂടെ ചോദിക്കുകയാണ്. എല്ലാവരും സുഖമായിട്ടിരിക്കണോ സന്തോഷമായിട്ടിരിക്കണോ എന്നൊക്കെ പറഞ്ഞിട്ടല്ലേ. അതൊക്കെ ഒന്ന് മാറ്റി പിടിക്കുക എന്ന് പറഞ്ഞാൽ തന്നെ എനിക്ക് അത് നാവിൽ വരുന്നില്ല കേട്ടോ. അത് ശീലമായിപ്പോയി. അതുകൊണ്ട് തന്നെ നമ്മുടെ ഈ കുഞ്ഞു ഫാമിലിയിലുള്ള എല്ലാവരുടെയും സുഖവിവരങ്ങളൊക്കെ അന്വേഷിച്ചുകൊണ്ട് തന്നെ നമ്മുടെ ഇന്നത്തെ വീഡിയോ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതുപോലെ തന്നെ രാവിലെ ഒരു 6 മണിയാകുമ്പോൾ എണീറ്റു. ഇന്നിപ്പോൾ കാലത്ത് രാവിലെ കഴിക്കാനായിട്ട് ഞാൻ ഉപ്പുമാവാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. അപ്പോൾ മാവൊന്നും അരയ്ക്കണില്ല. 2-3 ദിവസമായി 3-4 ദിവസമായിട്ട് അവിടെ അരയ്ക്കലും ഒന്നുമില്ല. ഒക്കെ ചപ്പാത്തി അല്ലെങ്കിൽ ഉപ്പുമാവ്, ദോശ, ഗോതമ്പ് കൊണ്ടുള്ള പുട്ട്, ദോശ അങ്ങനെയുള്ള ഐറ്റംസിലാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് കുറച്ച് ദിവസമായിട്ട്. അപ്പോൾ ഞാനെന്തായാലും ഇന്നിപ്പോൾ ഗോതമ്പല്ല സോറി, നമ്മുടെ സേമിയ വെച്ചിട്ടുള്ള ഉപ്പുമാവാണ് കേട്ടോ. സേമിയ വെച്ചിട്ടുള്ള ഉപ്പുമാവ് എല്ലാവർക്കും അറിയാം ഉണ്ടാക്കാനായിട്ട്. അപ്പം ഞാനിവിടെ ഉണ്ടാക്കുന്നത് നമ്മൾ ഇന്ന് ഉണ്ടാക്കുന്നത് സാധാരണ പോലെ തന്നെ നമ്മൾ കടുകൊക്കെ പൊട്ടിച്ച് വറമുളകും കറിവേപ്പിലയും സവാളയും ക്യാരറ്റും എല്ലാം അരിഞ്ഞ് എല്ലാം ഒന്ന് പച്ചമുളകും ഒക്കെ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയതിന് ശേഷം ഇത്തിരി മഞ്ഞൾപ്പൊടി ഇട്ട് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് നമ്മൾ സേമിയ ഉണ്ടല്ലോ അത് പാക്കറ്റിൽ നിന്ന് പൊട്ടിച്ചിട്ട് നമ്മൾ ഇട്ട് കൊടുത്ത് നല്ലോണം അങ്ങോട്ട് മിക്സ് ചെയ്തെടുക്കണം. ഇത് ഞാൻ വേറെ രീതിയിലും ഉണ്ടാക്കാറുണ്ട് കേട്ടോ. വേറെ രീതി എന്ന് പറയുമ്പോൾ ആദ്യം തന്നെ നമ്മൾ സേമിയ നമ്മുടെ ചൂടുവെള്ളം തിളപ്പിച്ചിട്ട് ആ സേമിയ ഇട്ട് കുറച്ച് ഉപ്പ് ഇട്ടിട്ട് തിളപ്പിക്കുക വെള്ളം. അതിലേക്ക് നമ്മുടെ സേമിയയും കൂടെ ചേർത്തിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് തിളപ്പിക്കുക. ആവി കയറ്റിയാൽ മതി കേട്ടോ, അത്രയൊന്നും വേണ്ട. എന്നിട്ട് നമ്മൾ ചോറ് വാർത്ത് വെക്കുമല്ലോ അതുപോലെ വാർത്ത് വെച്ചിട്ട് ഇതുപോലെ കടുക് പൊട്ടിച്ച് ഈ സംഭവങ്ങളൊക്കെ ഇട്ട് വഴറ്റിയതിന് ശേഷം നമ്മൾ വേവിച്ച് വെച്ച സേമിയ എടുത്ത് അതിലിടുക. എന്നിട്ട് ഇതുപോലെ നല്ലവണ്ണം അങ്ങോട്ട് മിക്സ് ചെയ്യുക. അപ്പോൾ നമുക്കിങ്ങനെ നല്ല വൃത്തിയായിട്ട് തന്നെ കിട്ടും കേട്ടോ. ഇപ്പോൾ അതിനൊന്നും സമയമില്ലാത്തതുകൊണ്ട് ഞാൻ സാധാരണ ഉപ്പുമാവ് ഉണ്ടാക്കുന്ന പോലെ ഉണ്ടാക്കി. അപ്പോൾ ഇവിടെ തലേദിവസം തന്നെ നമ്മളെ സേമിയ ഉപ്പുമാവാണെന്ന് അറിഞ്ഞത് കൊണ്ട് തന്നെ ആൾ കടലയൊക്കെ വാങ്ങിച്ചിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. നിലക്കടലയൊക്കെ വാങ്ങിച്ചിട്ട് വന്നു. അതുകൊണ്ട് ചട്നി ഉണ്ടാക്കി തരണം എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ചട്നിയൊക്കെ ഉണ്ടാക്കി കൊടുത്തു. അതായിരുന്നു ഇന്ന് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനായിട്ട്. ഇതിപ്പോൾ രാവിലെ ഉപ്പുമാവ് ഉണ്ടാക്കി ഇപ്പോൾ വണ്ടിയിൽ കയറിയിട്ട് പോണു ചേച്ചി എന്ന് വിചാരിക്കുന്നുണ്ടാവും അല്ലേ, അല്ലെങ്കിൽ അനിയത്തി എന്ന് വിചാരിക്കുന്നുണ്ടാവും. അപ്പം നിങ്ങൾ എങ്ങനെ വിചാരിച്ചാലും എനിക്ക് കുഴപ്പമൊന്നുമില്ല കേട്ടോ. അപ്പം ഞാനിതൊരു 10-11 മണിയാകുമ്പോൾ എടുത്ത വീഡിയോസാണ്. ഞാനിപ്പോൾ പെട്ടെന്ന് തന്നെ ഏട്ടൻ പണിയൊന്നും ഇല്ലയെന്നും പറഞ്ഞിട്ട് മൂപ്പര് തിരിച്ചു വന്നു. ഒരു 10-10:30 ആകുമ്പോൾ തിരിച്ചു വന്നു. അപ്പം ഞാനൊരു 10-11 ആകുമ്പോൾ റെഡിയായിട്ട് നമ്മൾ റേഷൻ കടയ്ക്ക് പോയതാണ് കേട്ടോ. എന്നും വിചാരിക്കും റേഷൻ കടയ്ക്ക് പോകുമ്പോൾ ഞാൻ ഫോൺ എടുത്തിട്ട് പോകും വീഡിയോ എടുക്കാനായിട്ട്. പക്ഷേ എനിക്ക് വീഡിയോ എടുക്കാനായിട്ട് മറന്നിട്ട് വരും. അതെന്നും പതിവുള്ളതാണ്. അപ്പം ഞാനിങ്ങനെ ബൈക്കിൽ പോകുമ്പോൾ തന്നെ ഒന്ന് വീഡിയോ എടുത്തതാണ് കേട്ടോ. അപ്പോൾ ഏട്ടൻ രാവിലെ ഭക്ഷണമൊക്കെ കഴിച്ച് ആൾ പണിക്കൊക്കെ പോയതാണ്. പിന്നെന്തോ പണിയില്ല എന്നും പറഞ്ഞിട്ട് ആൾ തിരിച്ചു വന്നു. അപ്പം ഞാൻ ചോദിച്ചപ്പോൾ റേഷൻ കടയ്ക്ക് പോകാനായിട്ട് ഞാൻ ലീവാക്കിയതാണെന്ന്. കാരണം ഞാൻ കുറച്ച് ദിവസമായി പറഞ്ഞുകൊണ്ടിരിക്കുന്നത് റേഷൻ കടയ്ക്ക് പോകണമെന്ന് പറഞ്ഞിട്ട്. എനിക്ക് ഒറ്റയ്ക്ക് പോയിട്ട് എന്താ അരി വാങ്ങിച്ചിട്ട് വരാനും ബുദ്ധിമുട്ടാണ്. കാരണം അരിയൊക്കെ നമുക്ക് തൂക്കിയിട്ട് വരണം, അല്ലെങ്കിൽ ഓട്ടോ പിടിച്ചിട്ട് വരണം. അങ്ങനെയാണ് ചെയ്യാറുള്ളത് കേട്ടോ. ഇതിപ്പോൾ ഏട്ടൻ ലീവായതുകൊണ്ട് അങ്ങനെ ഏട്ടനെയും വിളിച്ചിട്ട് അങ്ങനെ പോവാണ്. അങ്ങനെ റേഷൻ കടയ്ക്കൊക്കെ പോയിട്ട് വന്നിട്ട് ഇതപ്പോൾ ഇടയിൽ മീനൊക്കെ പിടിച്ച് കണ്ടില്ലേ. അപ്പോൾ തീറ്റി ഇടാനായിട്ട് മറന്നു. രാവിലെ തീറ്റിയൊക്കെ ഇട്ട് കൊടുത്തപ്പോൾ മീൻ കയ്യിൽ വന്നിരുന്നപ്പോൾ അങ്ങനെ പിടിച്ചതാണ് കേട്ടോ. അപ്പോൾ വീഡിയോ എടുക്കണമെങ്കിൽ ഓടി വാ ഉണ്ണീന്നും പറഞ്ഞപ്പോൾ ഞാൻ പിന്നെ വേഗം പോയി ഒന്നും നോക്കിയില്ല. നമുക്ക് വീഡിയോ പറഞ്ഞാൽ ചാടി കയറി നമ്മൾ എന്തും വീഡിയോ എടുത്ത് കളയും. നമുക്ക് വല്ല കണ്ടൻറ്റും വേണ്ടല്ലേ. അപ്പോൾ അങ്ങനെ പോയി ഒന്ന് വീഡിയോ എടുത്തു. എന്നിട്ട് ഇപ്പോൾ നമ്മുടെ അടുപ്പത്ത് വെച്ച പരിപ്പൊക്കെ എന്തായി എന്ന് പറഞ്ഞ് നോക്കുകയാണ്. നല്ലോണം അങ്ങോട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട്.
അപ്പം ഞാൻ റേഷൻ കടയ്ക്ക് പോകുമ്പോൾ തന്നെ പരിപ്പൊക്കെ വേവാനിട്ടിട്ട് പോയിട്ടാണ്. നമ്മുടെ തൊട്ടടുത്ത് തന്നെയാണ് റേഷൻ കട. അപ്പോൾ എന്തായാലും പോകുന്ന സമയത്ത് ചോറൊക്കെ വാർത്ത് വെച്ചു. എന്നിട്ട് പരിപ്പ് കഴുകി അടുപ്പത്തിട്ടിട്ടാണ് പോയത്. വന്ന് കുറച്ച് നേരം കഴിഞ്ഞതും നന്നായിട്ട് വെന്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എന്ത് കറി വെക്കുകയാണെങ്കിലും നമ്മുടെ കറികളിൽ പരിപ്പ് കാണാൻ പറ്റും എന്ന് പറഞ്ഞിട്ട് ഒരു കമൻറ്റ് കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാനും അതന്നെ വിചാരിച്ച് എന്താണെങ്കിലും എന്ത് കറി വെക്കും എന്നുള്ളൊരു ടെൻഷനിലായിരുന്നു. എന്തായാലും പരിപ്പിട്ടിട്ടല്ലേ വെക്കുകയുള്ളൂ. അപ്പോൾ പരിപ്പ് അങ്ങോട്ട് വേവാനിട്ട് പണി ഒരുക്കിയിട്ട് അങ്ങനെ റേഷൻ കടയ്ക്ക് പോയിട്ട് വന്നതാണ്. അപ്പോൾ ഏട്ടനുള്ളത് കൊണ്ട് ഏട്ടന് വെണ്ടയ്ക്ക കറി എന്ന് പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ എന്താ വെക്കുക എന്ന് പറഞ്ഞപ്പോൾ വെണ്ടയ്ക്ക ഉണ്ടല്ലോ അതിന് സാമ്പാർ വെച്ചോ എന്ന് പറഞ്ഞു. അപ്പോൾ കുറച്ച് വെണ്ടയ്ക്കയൊക്കെ കഴുകി മുറിച്ച് അങ്ങനെ എണ്ണയിലിട്ട് മൂപ്പിച്ചെടുക്കുകയാണ്. പിന്നെ കുറച്ച് കൊത്തമല്ലി ഉണ്ടായിരുന്നു, അതൊക്കെ മുറിച്ച് വെച്ചു. അപ്പോൾ ഇത് കണ്ടില്ലേ, ചോറൊക്കെ വാർത്ത് വെച്ചിട്ട് പോയതാണ് കേട്ടോ. പിന്നെ പോകുമ്പോൾ തന്നെ ഞാൻ അരി ഉഴുന്നൊക്കെ കുതിരാനായിട്ട് ഇട്ടിട്ടുണ്ടായി. ഞാൻ പറഞ്ഞില്ല കുറേ ദിവസമായിട്ട് ഇവിടെ പലഹാരം ഒന്നും ഉണ്ടാക്കണില്ല. അപ്പോൾ അരി ഉഴുന്നൊക്കെ കുതിരാനായിട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു. അങ്ങനെ അതൊക്കെ ഒന്ന് നമ്മൾ വീഡിയോ എടുത്തു. നമ്മുടെ വീഡിയോയിൽ എന്തെങ്കിലുമൊക്കെ നിങ്ങൾക്ക് കാണണമല്ലോ അല്ലേ. കാണണം എന്ന് പറഞ്ഞാൽ എനിക്ക് വീഡിയോ എടുക്കണം എന്നുണ്ട്. പക്ഷെ ചില സമയത്തൊക്കെ ഇതൊക്കെ കാണിച്ചാൽ എല്ലാവർക്കും ഇഷ്ടമാവുമോ, ഇഷ്ടപ്പെടില്ലേ, അങ്ങനെ ഒരു ഇതാണ്. ഇതൊക്കെ ഒരു വീഡിയോ ആയിട്ട് ആൾക്കാർ കാണുമോ, അങ്ങനെയൊക്കെ എനിക്ക് എന്താണെന്നറിയില്ല, എൻ്റെ മനസ്സിൽ അങ്ങനെ തോന്നാറുണ്ട്. നമുക്കങ്ങനെ എല്ലാവരും ചെയ്യണ പോലെ നല്ല വീഡിയോസൊക്കെ എടുക്കാനായിട്ട് പറ്റുന്നില്ലല്ലോ എന്നുള്ള ഒരു ഇത്. പിന്നെ വിചാരിക്കും എൻ്റെ വീട്ടിലുള്ള കാര്യങ്ങളല്ലേ എനിക്ക് കാണിക്കാനായിട്ട് പറ്റുള്ളൂ. അപ്പോൾ ഇതൊക്കെ നമ്മുടെ വീഡിയോയിൽ കൂടെ കാണാനായിട്ട് പറ്റുള്ളൂ അല്ലേ. അപ്പോൾ എന്തായാലും നമ്മുടെ വീഡിയോയിൽ ഇങ്ങനത്തെ കണ്ടൻറ്റുകളൊക്കെ തന്നെ ഉണ്ടാവുള്ളൂ കേട്ടോ. അപ്പം ഞാൻ പറഞ്ഞ് എവിടെയൊക്കെയോ എത്തിയിട്ടുണ്ട്. അപ്പോൾ എന്തായാലും അങ്ങനെ ഒരു ഫ്ലോയിൽ വരികയാണ് കേട്ടോ. അതൊക്കെ അങ്ങനെ അങ്ങനെ വരികയാണ്. അപ്പോൾ ഞാൻ എന്തായാലും ഇതാ നമ്മൾ എണ്ണയിൽ വഴറ്റി വെച്ച നമ്മുടെ വെണ്ടയ്ക്കയൊക്കെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. പരിപ്പൊക്കെ നല്ലോണം വെന്ത് വന്നിട്ടുണ്ടായിരുന്നു. അതിൽ സവാളയും തക്കാളിയൊക്കെ ഇട്ട് നന്നായിട്ട് വേവിച്ചിട്ട് നമ്മൾ എണ്ണയിൽ മൂപ്പിച്ച് വെച്ച നമ്മുടെ വെണ്ടയ്ക്കയും കൂടെ ചേർത്തു. അതും ഇട്ടിട്ട് പിന്നെ കുറച്ച് മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾ പൊടി ഞാൻ മുന്നേ ഇട്ടു കേട്ടോ. അതൊക്കെ ഇട്ടിട്ടാണ് വേവിച്ചത്. പിന്നെ ഒരു നെല്ലിക്ക വലുപ്പത്തിൽ പുളി കുതിരാനിട്ടിട്ടുണ്ടായിരുന്നു. അതും കൂടെ പിഴിഞ്ഞൊഴിച്ചിട്ട് വേണം നമുക്ക് വെണ്ടയ്ക്ക കറി ഉണ്ടാക്കാം. അപ്പം ഞാനിവിടെ ഇങ്ങനെ അടുപ്പുമ്പള്ളിയിൽ കറികളൊക്കെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഏട്ടൻ അവിടെ ഇരുന്നിട്ട് കപ്പൻ്റെ തറി ഉണ്ടല്ലോ അതൊക്കെ വെട്ടിക്കൂട്ടുകയാണ് കേട്ടോ. കാരണം ഇപ്പോൾ തൊഴിലുറപ്പ് പണിക്കാരൊക്കെ വന്ന് നമ്മുടെ തൊടിയൊക്കെ അത് വൃത്തിയാക്കി കൂപ്പൊക്കെ കൂട്ടി നമ്മളെ പാത്തിയൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. അതിലെന്തെങ്കിലുമൊക്കെ കുത്തിയിടാമെന്നും പറഞ്ഞിട്ട് അങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഏട്ടൻ അവിടെ കുറച്ച് പഴയ കപ്പത്തറിയൊക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ ഒന്ന് വെട്ടിക്കൂട്ടിയിട്ട് അതിൽ നമ്മുടെ പാത്തി എടുത്ത് അതിൽ വെക്കാമെന്നും പറഞ്ഞിട്ട് അങ്ങനെ അവിടെ ഇരിക്കുകയാണ് കേട്ടോ. അപ്പം ഞാൻ ഇതാ അതിൻ്റെ ഇടയ്ക്ക് കറിയൊക്കെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഞാനിത് സിമ്പിളായിട്ടുള്ളൊരു സാമ്പാറാണ് കേട്ടോ, വറുത്തരച്ചിട്ടൊന്നുമല്ല, സിമ്പിളായിട്ട് സാധാരണ കറി വെക്കുന്ന പോലെ ഒരു സാമ്പാറാണ്. എന്തായാലും എനിക്ക് ഈ വെണ്ടയ്ക്ക ഇട്ടിട്ട് കറി വെക്കുക പറഞ്ഞാൽ എനിക്ക് അത്ര ഇഷ്ടമല്ല. പക്ഷേ എന്താണെന്നറിയില്ല, ഇന്നിപ്പോൾ അടുപ്പത്ത് വെച്ചത് കൊണ്ടാണോ എന്താ അറിയില്ല, ഒരു പ്രത്യേക ടേസ്റ്റൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ കറിക്ക്, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ തന്നെ ഉണ്ടാക്കി ഞാൻ തന്നെ കഴിച്ചിട്ട് നല്ല ടേസ്റ്റ് ഉണ്ടെന്ന് പറയുമ്പോൾ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും ഇത് വെറും തള്ളാണെന്ന്. അപ്പം അങ്ങനെയല്ല കേട്ടോ, ഞാൻ കൊള്ളില്ലെങ്കിൽ കൊള്ളില്ല, ഞാൻ ഉണ്ടാക്കിയതാണെങ്കിൽ നന്നായിട്ടില്ല എന്ന് പറയും, നല്ലതാണെങ്കിൽ നല്ലതെന്ന് പറയും. പക്ഷേ ഇന്നെന്തോ കുഴപ്പമൊന്നുമില്ല, നല്ല ടേസ്റ്റൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇന്നിപ്പോൾ ഞാൻ രാവിലെ തൊട്ട് വീഡിയോ എടുക്കണോ വേണ്ടയോ എന്ന് പറഞ്ഞിട്ട് ഇപ്പം എന്താണെന്ന് അറിയില്ല, ഞാൻ പറഞ്ഞില്ലേ മടിയായിട്ട് കുഴിമടിയാണ്. അപ്പോൾ എടുക്കണോ എടുക്കണ്ടയോ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ എടുത്തതാണ് കേട്ടോ. അപ്പോൾ ഇന്നിപ്പോൾ ഏട്ടനൊക്കെ ഉള്ളത് കൊണ്ട് ജസ്റ്റ് കുറച്ച് വീഡിയോസൊക്കെ കിട്ടിയപ്പോൾ അങ്ങനെ അങ്ങോട്ട് തട്ടിക്കൂട്ടി എടുത്ത വീഡിയോസാണ് ഇന്നത്തെ വീഡിയോസ്. അപ്പോൾ പുറത്ത് അടുപ്പിൽ ചോറും കറിയൊക്കെ വെക്കുന്നത് കാണാൻ തന്നെ ഒരു ഭംഗിയാണ് അല്ലേ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളിങ്ങനെ ചോറും കറിയൊക്കെ വെക്കുമ്പോൾ എന്തായാലും ജസ്റ്റ് ഒന്ന് വീഡിയോ എടുക്കുക, നല്ലതാണെങ്കിൽ ഇടാം, അല്ലെങ്കിൽ പിന്നെ വേണ്ട എന്നുള്ളൊരു രീതിക്ക് അങ്ങനെ എടുത്തതൊരു വീഡിയോ ആണ് കേട്ടോ. അപ്പം ഞാൻ എന്തായാലും ഇതാ അവിടെ കറിയൊക്കെ റെഡി ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ചോറായി, ഇനിയിപ്പോൾ കറി വെക്കണം, പിന്നെ ഗ്യാസ് അടുപ്പിൽ തന്നെ ഉപ്പേരി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ അതൊക്കെ പറഞ്ഞ് അങ്ങനെ നിൽക്കുകയാണ് കേട്ടോ. പിന്നെ ഏട്ടൻ അവിടെ പൂളത്തറിയൊക്കെ വെട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പം ഞാൻ അങ്ങനെ വെട്ടാൻ ഇങ്ങനെ വെട്ടാൻ, കാരണം കമ്പ് ഇങ്ങനെ കുത്തുമ്പോൾ അറിയില്ലല്ലോ, അങ്ങനെ എന്നൊക്കെ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഏട്ടൻ ഇങ്ങനെ എൻ്റെ അടുത്ത് ഓരോന്നും പറഞ്ഞ് തർക്കിക്കുകയാണ് കേട്ടോ. അപ്പോൾ പിന്നെ ഇതൊക്കെ കാണുമ്പോൾ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും ഭാര്യയും ഭർത്താവും കൂടെ തല്ല് കൂടണമെന്ന്. ഇതൊക്കെ ഇവിടെ പതിവാണ് കേട്ടോ. അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ തല്ല് കൂടും, അവസാനം കൂട്ട അടിയായിരിക്കും. അപ്പം അങ്ങനൊന്നുമില്ല, വെറുതെ പറഞ്ഞതാണ് കേട്ടോ.
അപ്പോൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും വല്ലപ്പോഴും ഒക്കെ ഇങ്ങനെ അടികൂടുന്നത് പതിവാണ്, എല്ലാ വീടുകളിലും ഉള്ളത് തന്നെ അല്ലേ. അപ്പോൾ അതാ ഞങ്ങളുടെ പറഞ്ഞിരുന്ന നേരം കൊണ്ട് എൻ്റെ സാമ്പാറുമായി, നമ്മുടെ കൊത്തമര ഉപ്പേരിയുമായി. ഞാനിതാ കഴിക്കാനായിട്ട് ചോറും എടുത്തിട്ട് വന്നു. അപ്പോൾ ഞാനും ഏട്ടനും കൂടെ കഴിക്കാം കേട്ടോ. ഇന്നലെ തലേ ദിവസം കയ്പ്പയ്ക്ക വറുത്തതുണ്ടായിരുന്നു, അത് എടുത്തിട്ടുണ്ട് ഞാൻ. അപ്പോൾ എന്തായാലും ഇതാ ചോറൊക്കെ ആയി. അങ്ങനെ ഞങ്ങൾ രണ്ടാളും കൂടെ കഴിക്കാനായിട്ട് ടിവിൻ്റെ മുമ്പിൽ വന്നിരിക്കുകയാണ് കേട്ടോ. അങ്ങനെ ഉച്ചയൂണൊക്കെ കഴിഞ്ഞ് പിന്നെ ഞാൻ അങ്ങോട്ട് വീഡിയോസൊന്നും അങ്ങനെ എടുത്തില്ല കേട്ടോ. പിന്നെ ഞാൻ പറഞ്ഞല്ലോ ഇന്നിപ്പോൾ വീഡിയോ എടുക്കണം എന്നുള്ള ഒരു പ്ലാനൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പം എന്തെങ്കിലും കണ്ടു വെച്ചാൽ അങ്ങനെ വീഡിയോ എടുത്തതാണ് കേട്ടോ. ഇന്നത്തെ ദിവസം ഒരു പ്ലാനിങ്ങും ഇല്ലാത്തൊരു വീഡിയോ ആണ്. അപ്പോൾ ഇതിപ്പോൾ ദാ അച്ഛനും മക്കളും കൂടെ വൈകുന്നേരം ഇരുന്നിട്ട് കാറും വണ്ടിയൊക്കെ ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ കഴിഞ്ഞ ദിവസം ചിട്ടിക്ക് സ്കൂളിൽ പ്രോഗ്രാം ഉണ്ട്. അപ്പോൾ അതിന് അവൾക്ക് വണ്ടിയൊക്കെ ഉണ്ടാക്കി കൊണ്ടുപോകാനായിട്ട് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ തെർമോക്കോൾ വാങ്ങിക്കാൻ പോയപ്പോൾ സ്റ്റാറൊക്കെ വാങ്ങിച്ചു എന്ന് പറഞ്ഞില്ലേ. അപ്പോൾ തെർമോക്കോൾ വാങ്ങിച്ചിട്ട് 2 ദിവസമായിട്ടാണ്. അപ്പോൾ അതിനെ ഉണ്ടാക്കിത്തരാമെന്നും പറഞ്ഞിട്ട് അച്ഛൻ ഇങ്ങനെ ഇരിക്കുകയായിരുന്നു. അപ്പോൾ കാറൊക്കെ വരച്ചിട്ട് കട്ട് ചെയ്ത് അങ്ങനെ എടുക്കുകയാണ് കേട്ടോ ചെയ്തത്. അങ്ങനെ അച്ഛനും മക്കളും കൂടെ അവിടെ ഇരുന്ന് കാറിൻ്റെ പണിയിലാണ്. പിന്നെ വൈകുന്നേരം പിന്നെ ഭക്ഷണമൊക്കെ കഴിച്ച് പിന്നെ പതിവ് പോലെ തന്നെ നമ്മുടെ അടുക്കളയൊക്കെ ഒന്ന് വൃത്തിയാക്കിയിട്ടു, പാത്രങ്ങളൊക്കെ കഴുകി അടുപ്പും തിണ്ടും എല്ലാം തുടച്ച് എല്ലാം അങ്ങോട്ട് ക്ലീനാക്കി വെച്ചാൽ രാത്രി കിടക്കുമ്പോൾ ഒരു സമാധാനമാണല്ലോ അല്ലേ. ഇപ്പോൾ 1-2 ദിവസമൊക്കെ ഞാനത് ചെയ്തില്ല കേട്ടോ. കാരണം എനിക്ക് വയ്യാത്തത് കൊണ്ട് അതിനൊന്നും നിന്നില്ല. അടുക്കളയൊക്കെ ഒന്ന് ഒതുക്കി വെച്ചിട്ട് അങ്ങനെ പോവുകയാണ് ചെയ്തത്. ഇന്നിപ്പോൾ എല്ലാവിടെയും ഒന്ന് തുടച്ച് വിട്ട്, തിണ്ടൊക്കെ തുടച്ച് വിട്ട് എല്ലാ പാത്രങ്ങളും കഴുകി അടുക്കി പറക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ എന്തായാലും വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് നമ്മുടെ അടുക്കള. ഇനിയിപ്പോൾ ലൈറ്റൊക്കെ ഓഫ് ചെയ്ത് ഗുഡ് നൈറ്റ് എന്നും പറഞ്ഞ് കിടന്നുറങ്ങാൻ പോവാണ്. അപ്പോൾ അത്രയേ ഉള്ളൂ കേട്ടോ ഇന്നത്തെ വീഡിയോ. ഒരു പ്ലാനും ഇല്ലാത്തൊരു വീഡിയോ ആണ്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് അടിച്ചിട്ട് പോണേ. പിന്നെ അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരെയ്ക്കും എല്ലാവരോടും ടേക്ക് കെയർ ആൻഡ് ബൈ.